ചന്ദ്രനെ സൂക്ഷിച്ച് നോക്കിയാൽ അകത്ത് നമുക്ക് മിക്കവാറും മഹാദേവന്റെ ഒരു രൂപം കാണാൻ പറ്റും. അത് കുറച്ച് സമയം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചിലപ്പോൾ പൗർണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചന്ദ്രന് പവറുള്ള സമയമാണ്. അത് പ്രോപ്പറായിട്ട് ചന്ദ്രനെ നമ്മൾ ഭജിക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ ഏറ്റവും കൂടുതൽ ബലം, അപ്പോൾ മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ അല്ലെ. മാനസികമായിട്ടും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അമാവാസി സമയങ്ങളിലാണ്. നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി, അമാവാസിക്ക് ഒരു 4 ദിവസം മുൻപ് അതിനോടൊപ്പം മഹാദേവനെ ഭജിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നമില്ല. മഹാദേവനാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് മാനസികമായിട്ട് ശക്തി തരുന്നതാണ്. ഒരു രാത്രി മൊത്തം നമ്മൾ ചന്ദ്രനെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും ബ്ലസ്ഡ് ആണ്. എത്രയോ ആൾക്കാരുണ്ട് ചന്ദ്രനെ നോക്കിയിരിക്കും, ഈ പോർഷൻസിലേക്ക് കയ്യിൽ വെയിറ്റ് വരും, കൈ പതുക്കെ 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 താന്നു തുടങ്ങും. പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റില്ല ആ എനർജി. ശരി, ഈ പൗർണമിയും അമാവാസിയും എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളാണ് ഇതൊക്കെ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അപ്പം മലയാളികളുടെ പഴയ ആചാരങ്ങളും കഥകളും ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള 2 ദിവസങ്ങളാണ് പൗർണമിയും അമാവാസിയും. ഈ ചില ആഗ്രഹങ്ങൾ സഫലമാകാൻ പൗർണമിയിൽ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പല കഥകളും കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങളുണ്ടോ? രാഹുലെ, ഈ യാഥാർത്ഥ്യം ഒരുപാടുണ്ട്. അതായത് ഈ ഒരു മാസത്തില് അമാവാസിയും പൗർണമിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അമാവാസികളിൽ ദുഷ്ടശക്തികളുടെ ഏറ്റവും കൂടുതൽ പ്രകമ്പനങ്ങളുള്ളൊരു സമയമാണ്. ഭൂമിയിൽ ചന്ദ്രന്റെ ബലക്കുറവുണ്ടാവുന്ന സമയം. അപ്പോൾ സ്വാഭാവികമായിട്ടും ദുഷ്ടശക്തികൾ ഉണ്ടാവും, അവരെ ഉപാസിച്ച് കാര്യങ്ങൾ നേടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ പൗർണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചന്ദ്രന് പവറുള്ള സമയമാണ്. അത് പ്രോപ്പറായിട്ട് ചന്ദ്രനെ നമ്മൾ ഭജിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റും. പൗർണമിയിൽ അപ്പൊ ചന്ദ്രോപാസനയാണോ നടത്തുന്നത്? ചന്ദ്രോപാസന നടത്തുന്നവരും ഉണ്ട്. ചന്ദ്രോപാസന നടത്തുന്നത് വെറുതെ ഒരു ചന്ദ്രോപാസന എന്ന് കേൾക്കുമ്പോൾ ഉണ്ട പേരല്ല, അതിനെ പ്രോപ്പറായിട്ട് ഉപാസിക്കണം. ചന്ദ്രനെ ഉപാസിക്കുന്ന രീതികൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. കാരണം പ്രോപ്പർ ഉപാസന കിട്ടണം, ഒരു ഗുരു ഉണ്ടാവണം. പക്ഷെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പോയി ചന്ദ്രനെ നോക്കിയിരുന്നാൽ മതി, ആ ഒരു എനർജി സ്വാംശീകരിക്കാൻ പറ്റും. അപ്പോൾ ഈ ചന്ദ്രന്റെ ഏറ്റവും കൂടുതൽ ബലം, അപ്പോൾ മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ അല്ലെ. മാനസികമായിട്ടും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അമാവാസി സമയങ്ങളിലാണ്. നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി, അമാവാസിക്ക് ഒരു 4 ദിവസം മുൻപ് സ്വാഭാവികമായിട്ടും ഒരു മനസ്സിന് സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാൾക്ക് ഒരു മാനസിക വൈകല്യങ്ങൾ, അല്ലെങ്കിൽ പേടി, ഒരു കോൺഫിഡൻസ് കുറവ്, ലാസ്റ്റ് പൗർണമി എത്തുമ്പോൾ ഇവർ ഭയങ്കര പ്രൊവോക്കാവും, എപ്പോഴും ദേഷ്യമായിരിക്കും. അത് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന അമാവാസി ദിവസങ്ങളിൽ ഉണ്ടാവുന്ന കുരുതി, ചോറ്റാനിക്കര കുരുതി പോയെന്ന് അറിയാം, ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് ക്ഷോഭിതനാവുന്നു, വിളിക്കുന്നു, അലമുറയിടുന്നു, പല പ്രശ്നമുണ്ടാവും. കുരുതി കഴിയുമ്പോൾ ഒരു നോർമലാവും. ആ ടൈമിൽ ബോഡിയിൽ നിന്ന് ടോക്സിക് എനർജി പുറത്തു പോകുന്നു. പക്ഷേ ഈ പൗർണമി ദിവസത്തിൽ ദേവിയെ ഉപാസിക്കണം. അമാവാസിയിൽ നമ്മൾ ആരെ ഏറ്റവും കൂടുതൽ ഉപാസിക്കേണ്ടത്? പിതൃക്കളെ ഉപാസിക്കണം, പിതൃക്കളെ സ്മരിക്കണം, നമുക്ക് ബലം കൂടുതൽ കിട്ടും. പക്ഷെ പൗർണമി ദിവസത്തിൽ ദേവി എങ്ങനെ ഉപാസിക്കും? നമുക്ക് ദേവി ഉപാസന ഒരുപാടുണ്ട്. പക്ഷെ ദേവിയെ ഭജിക്കുന്ന ആൾക്കാർ മനസ്സിന്റെ കോൺഫിഡൻസ് കൂട്ടാൻ ആരെ ആദ്യം ചെയ്യേണ്ടത്? ദേവി എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരുപാട് ആൾക്കാർ ദേവിയാണ് ഉപാസിക്കുന്നത്. അതിനോടൊപ്പം മഹാദേവനെ ഭജിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നമില്ല. മഹാദേവനാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് മാനസികമായിട്ട് ശക്തി തരുന്ന ഒരാൾ അല്ലേ. പ്രപഞ്ചനാഥൻ മഹാദേവനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പൗർണമി ദിവസത്തിൽ നമുക്ക് മാനസിക ശക്തി കിട്ടും. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. പക്ഷേ ഒരു പൗർണമി ദിവസത്തില്, പൗർണമി രാത്രി നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടെക്നിക്കൽ ടൂളാണ്. പലർക്കും അറിയാവുന്നതായിരിക്കും, അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പൗർണമി ദിവസം വ്രതം എടുക്കുക. നമ്പർ 1 ക്രൈറ്റീരിയ. തലേ ദിവസം നമ്മളൊരു ഇന്റൻഷൻ എടുക്കുക. തലേ ദിവസം രാത്രി പൂർണ്ണമായിട്ടും വ്രതമായിരിക്കണം. അടുത്ത ദിവസം രാവിലെ പൗർണമി മുതൽ എല്ലാം പൂർണ്ണമായിട്ടും വ്രതം എടുക്കുക. നോൺ വെജും ബാക്കിയുള്ള കാര്യങ്ങൾ വേറൊന്നുമല്ല, കഴിക്കുന്നവരും ഉണ്ടാകാം. നമ്മൾ എത്രത്തോളം നമ്മൾ പ്യൂരിറ്റിയോട് സംശീകരിക്കുന്നു, ആ എനർജി നമ്മളിലേക്ക് വരും. പൗർണമി ദിവസം രാത്രി ചന്ദ്രൻ നമുക്ക് കാണാൻ പറ്റണം. പൂർണ്ണചന്ദ്രനാണല്ലോ കാണുന്നത്. സാധാരണ ഒരു ചന്ദ്രനെ കാണുന്നത് പോലെയല്ല പൗർണമി ദിവസം കാണുമ്പോൾ ഭയങ്കര ഒരു രസമായിരിക്കും. നമ്മൾ ആ ചന്ദ്രനെ സൂക്ഷിച്ച് നോക്കിയാൽ അകത്ത് നമുക്ക് മിക്കവാറും മഹാദേവന്റെ ഒരു രൂപം കാണാൻ പറ്റും. അത് കുറച്ച് സമയം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചിലപ്പോൾ അന്ന് തന്നെ കാണാൻ പറ്റണമെന്നില്ല, ചിലർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാണാൻ പറ്റുക, ചിലർക്ക് വളരെ പെട്ടെന്ന് കാണാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് ഈ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ക്രിയായോഗ ചെയ്ത് 12ഉം 13ഉം തലങ്ങളിൽ നിൽക്കുന്നവരാണ്. തൃപ്പൂണിത്തുറ വളരെ ഹാർഡ് കോർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് പലരും ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇവർക്ക് എനർജി ലൂസ് ആവുന്നില്ല. ഇവർ ഓൾറെഡി ഈ പറയുന്ന പൗർണമി വ്രതം എടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് കണക്ട് ചെയ്തത്. പൗർണമി വ്രതം എടുക്കുമ്പോൾ നമുക്ക് മഹാദേവന്റെ ഒരു ശക്തി നമ്മൾ സംശീകരിക്കുകയാണ്. ഈ പ്രോപ്പറായിട്ട് പൗർണമി വ്രതം എടുത്ത് 2ഓ 3ഓ പ്രാവശ്യം നമ്മൾ ചന്ദ്രനെ കാണുകയാണെങ്കിൽ ആ നടുക്ക് ഭാഗത്ത് മഹാദേവന്റെ ഒരു വിഷ്വലവും കാണാൻ പറ്റും.
അത് മെജോറിറ്റി ആൾക്കാർക്കും കാണാൻ പറ്റും. നമ്മൾ ആദ്യം അവിടെ ചന്ദ്രനെ കാണുന്നു, കുറച്ചു നേരം നോക്കി നിൽക്കുന്നു, ഒന്നും പറയാതെ സൈലന്റ് ആയിട്ട് നോക്കി നിൽക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാനസികമായിട്ടൊരു ഒരു പീസ് എന്നുള്ള ലെവലിലേക്ക് വരും. നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. അത് കഴിഞ്ഞതിന് ശേഷം കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് മിനിമം ഒരു 20 മിനിറ്റ്. സോ ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഓരോ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചാൽ അറിയാവുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇവിടെ മെഡിറ്റേഷൻ ഒന്നുമല്ല, വെറുതെ കണ്ണടച്ചിരിക്കുക. വെറുതെ കണ്ണടച്ചിട്ട് നമ്മുടെ തേർഡ് ഐ, ആജ്ഞാചക്രം, ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ ചന്ദ്രനെ കാണുക. വളരെ ചെറിയ, വളരെ പൊട്ടുപോലെ ഇരിക്കുന്ന ഒരു ചന്ദ്രനെ നമ്മൾ സങ്കല്പിക്കുക കണ്ണടച്ചിട്ട്. ഇത് ക്രമേണ ഇതിൻ്റെ വികാസം കൂടും, ചന്ദ്രന്റെ വലുപ്പം കൂടും. വലിയ ചന്ദ്രൻ നമുക്ക് കാണാൻ പറ്റും. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ 20 മിനിറ്റ് അറിയണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഇരുന്ന് പോവും. എത്ര ടൈമാണെങ്കിലും ഭാഗ്യമാണ്. ഒരു രാത്രി മൊത്തം നമ്മൾ ചന്ദ്രനെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും ബ്ലസ്ഡ് ആണ്. എത്രയോ ആൾക്കാരുണ്ട് ചന്ദ്രനെ നോക്കിയിരിക്കും. ആ എനർജി നമ്മൾ സംശയിക്കുകയാണ്. നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന എനർജി ഡയറക്റ്റ്ലി നമ്മൾ കൺസീവ് ചെയ്യാണ്. ഇപ്പോ ഈ ചന്ദ്രനെ നോക്കിയിരുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ ചന്ദ്രനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഫലമാകും. അതിനു വേണ്ടിയാണ് ഈ സ്റ്റെപ്പിലേക്ക് വരുന്നത്. ആദ്യ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ പോലെ ചന്ദ്രനെ നോക്കുന്നു, കുറച്ച് സമയം നോക്കിയിരിക്കുന്നു, കഴിവതും മഹാദേവനെ സങ്കല്പിക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ കണ്ണടച്ചിരിക്കുന്നു, തേർഡ് ഐയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ചന്ദ്രൻ, നമ്മൾ ചെറിയ ചന്ദ്രനെ കാണുന്നു. അതിങ്ങനെ ക്രമേണ എക്സ്പാൻഡ് വരുന്നു. അവിടെ നമ്മുടെ സങ്കല്പം ഇടണം. നമ്മൾ പറയണം എന്താണ് ആഗ്രഹം എന്നുള്ളത്. ചോദിക്കുന്ന രീതികളുണ്ട്. അതായത് എനിക്കത് വേണമെന്നുള്ളതല്ല. ചന്ദ്രോപാസനയിൽ വളരെ ശ്രദ്ധിക്കേണ്ട കേസ്, പ്രകൃതിയെ കൺട്രോൾ ചെയ്യുന്ന വളരെ വിലപ്പെട്ട 2 ഗ്രഹങ്ങളാണ്, അല്ലെ? സൂര്യനും ചന്ദ്രനും. അപ്പൊ ചന്ദ്രനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, എനിക്ക് ഈ പറയുന്ന പ്രകൃതിയിൽ നിന്നും ഇങ്ങനെ ഭാഗ്യം അനുഭവിക്കാൻ പറ്റിയതിനും എനിക്ക് ഈ പറയുന്ന ആഗ്രഹം സാധിച്ചു തരാൻ പറ്റിയതിനും ഒരുപാട് നന്ദിയുണ്ട്. അതൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ വേറൊരു വെർഷനാണത്. പല ആൾക്കാരും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ചിലർക്ക് നടക്കും, ചിലർക്ക് നടക്കുന്നില്ല. പക്ഷെ ഇത് നമ്മൾ ഇങ്ങനൊരു സങ്കല്പം ചെയ്യുന്നു. സങ്കല്പം ചെയ്തതിന് ശേഷം കണ്ണു തുറന്നു, ചന്ദ്രനെ കണ്ടു, നമ്മൾ വീണ്ടും ഹാപ്പിയായി. പിന്നെ അടുത്ത പ്രൊസീജിയർ നമ്മൾ 2 കൈ നിവർത്തി വെക്കുക. 2 കൈ നിവർത്തി വെച്ചിട്ട് കണ്ണടച്ചിട്ട് ചന്ദ്രനെ നമ്മുടെ കയ്യിൽ സങ്കല്പിക്കണം. ഒരു പൂർണ്ണ ചന്ദ്രൻ നമ്മുടെ കയ്യിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ സങ്കല്പം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു എനർജി വരും. നിങ്ങൾ ആദ്യം സ്വാംശീകരിച്ച എനർജി, ആദ്യം എവിടുന്നാ സ്വാംശീകരിച്ചത്? ചന്ദ്രൻ. രണ്ടാമത് നമ്മൾ എവിടെയാ? നമ്മുടെ തേർഡ് ഐയിലേക്ക് ആ പ്രകൃതിയിൽ നിന്ന് സ്വാംശീകരിച്ച എനർജിയെ നമ്മുടെ തേർഡ് ഐയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അതാണ് യൂണിവേഴ്സിൽ നിന്ന് എനർജിയെ സ്വാംശീകരിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ തേർഡ് ഐയിലേക്ക് അത് നമ്മൾ സ്വാംശീകരിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ആ പറയുന്ന സങ്കല്പം കൊടുക്കുന്നു. നാലാമത്തെ സ്റ്റെപ്പ് പൂർണ്ണ ചന്ദ്രനെ കയ്യിൽ നമ്മൾ കാണുന്നു. കയ്യിൽ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത്, അതായത് ആദ്യം ഒരു റൗണ്ട് ഷേപ്പ് കാണാൻ പറ്റും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഷേപ്പിൽ കളേഴ്സ് കോമ്പിനേഷൻ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അവിടെ കാണുന്ന ചന്ദ്രന്റെ കളർ ആയിരിക്കണമെന്നില്ല ഇവിടെ കാണുന്നത്. കുറച്ചുകൂടെ എന്താ പറയുക, ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. ഇത് നമ്മളിങ്ങനെ വിഷ്വലി കണ്ട് നമ്മുടെ കയ്യിൽ അൾട്ടിമേറ്റ്ലി വെയിറ്റ് വരും. അത് ഓരോ ആൾക്കാർക്കും മനസ്സിലാവും. ഇങ്ങനെ ഇരിക്കുന്ന കൈയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും, എസ്പെഷ്യലി ആണുങ്ങളാണെങ്കിൽ ഒരു ഷർട്ട് പോലും ധരിക്കരുത് എന്നുള്ളതാണ്. ആ ചെസ്റ്റിലേക്ക് ആ എനർജി പ്രവാഹം വരണം. ഇപ്പോൾ ലേഡീസിനോട് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ കഴിവതും നമ്മുടെ ശരീരത്തിലേക്ക് ആ ഒരു എനർജി വരികയാണ് ഏറ്റവും നല്ലതാണ്. ഈ കൈ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ കയ്യിലൊരു വെയിറ്റ് ഉണ്ടാവും ഈ പോർഷൻസിൽ. അത് കൈ കഴപ്പെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? കൈ തളർന്നു പോകുന്ന അവസ്ഥ, വെയിറ്റ് വരാം. പക്ഷെ ഈ പോർഷൻസിൽ കയ്യിൽ വെയിറ്റ് വരും. കൈ പതുക്കെ താന്നു തുടങ്ങും. പക്ഷെ നമുക്ക് താങ്ങാൻ പറ്റില്ല ആ എനർജി. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികം കൈ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ വീണ്ടും കണ്ണു തുറന്ന് നമ്മുടെ സങ്കല്പം, ആദ്യയുടെ സങ്കല്പം എന്താണോ അതൊന്നുകൂടെ പറയുക. അത് 7 പ്രാവശ്യം ഇതിങ്ങനെ സങ്കല്പിക്കണം. 7 ആഴ്ച ചെയ്യണം. 71 വട്ടം ചെയ്യണം. 71 വട്ടം. അപ്പൊ ഇത് നമ്മൾ അതിന്റെ കണക്ക് എങ്ങനെയാണോ? അത് ഒരു മെട്രിക്സ് ആണ്, 7-7-71. അപ്പൊ ആ മെട്രിക്സ്, അതായത് ഇത് ശരിക്കും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഈ ബൗദ്ധിക് വിഭാഗം ആൾക്കാരാണ്. ഈ ടിബറ്റൻസും അതുപോലെ തന്നെ ഈ തായ്ലൻഡ് മോങ്സ്, ഇവരൊക്കെ ഇത് ചെയ്യും. പക്ഷെ ഇവർ ചെയ്യുന്നത് ഒരു വാട്ടർ എനർജിയും കൂടെ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അതായത് ഇതിപ്പോ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഇവർ സ്വാഭാവികമായിട്ടും 7 ആഴ്ച ഡെഡിക്കേറ്റ് ചെയ്യും. 7 പ്രാവശ്യം ഇത് വിഷ്വൽ ചെയ്യും, കാണും. എന്നിട്ട് 71 വട്ടം ചെയ്യും. 71 വട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ചില ആൾക്കാർ 1, 2, 3 പൗർണമിയിലായിരിക്കും 71 ആവുന്നത്. ചില ആൾക്കാർ 1 പൗർണമിയിലായിരിക്കും, ചില ആൾക്കാർ 6 മാസമായിരിക്കും. അത് ഓരോരുത്തരുടെ ഇന്റൻഷനാണ്, അത് അവരുടെ ഇഷ്ടം. പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ്. പിന്നെ ഇതിനോടൊപ്പം രാഹുൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ചന്ദ്രോപാസന നടത്തുന്നവരാണെങ്കിലും ഈ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നവർ പല മന്ത്രങ്ങൾ ഉപാസിക്കാറുണ്ട്. ചിലപ്പോൾ ഗുരുവിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സാധാരണ മന്ത്രങ്ങളായിരിക്കാം. ദേവിയെ സ്തുതിക്കുന്ന ഏതെങ്കിലും മന്ത്രങ്ങൾ, ദേവിയെ നമ്മളെ ഭദ്രാളിയമ്മയോ ഏതെങ്കിലും ദേവിയെ സ്തുതിക്കുന്ന മൂലമന്ത്രമല്ലാത്ത, മൂലമന്ത്രമാണെങ്കിൽ ശ്രദ്ധിക്കുക അത് ഗുരു ഉപദേശത്തിൽ മാത്രം എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ജപിക്കാനുള്ള റൈറ്റ്സ് കിട്ടിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ മന്ത്രം ഈ ചന്ദ്രനെ നമ്മൾ സങ്കല്പിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, കുപ്പി ഗ്ലാസ്സിൽ, അത് നമ്മുടെ ഫ്രണ്ടിൽ വെക്കുക. ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ ഈ പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുൻപ് വെള്ളം എടുത്ത് വെള്ളത്തിലേക്ക് നമ്മൾ നോക്കുക. വെള്ളത്തിൽ നോക്കിയിട്ട് ഈ ദേവിയുടെ മന്ത്രം വെള്ളത്തിലേക്ക്, നമ്മുടെ വായിൽ നിന്നും വെള്ളത്തിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. അത് പൂർണ്ണമായിട്ടും സങ്കല്പിച്ച് നമ്മളവിടെ സങ്കല്പം കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൈ കൊണ്ട് വെള്ളത്തിന് അടയ്ക്കും. എന്നിട്ട് ഇവിടെ സങ്കല്പം ഇടും. ആദ്യം ചന്ദ്രോപാസന ചെയ്യുന്നതിന് മുൻപുള്ളൊരു സങ്കല്പം ഇവിടെ ഇടും. എന്നിട്ട് അടുത്തതിലേക്ക് പോകും. അപ്പോൾ ഈ വാട്ടർ എനർജിയെ, വാട്ടറിന്റെ മോളിക്യൂൾസിനെ എനർജൈസ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിൽ 70% വാട്ടറാണ് അല്ലേ? അപ്പോൾ ഈ വാട്ടറിന്റെ മോളിക്യൂൾസിനെ എനർജൈസ് ചെയ്യുമ്പോൾ വാട്ടറിന്റെ ടേസ്റ്റ് മാറും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വെള്ളം കൺസീവ് ചെയ്യുക. അങ്ങനെ കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സാധാരണപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിൽ ഏത് തലത്തിൽ നിൽക്കുന്നവർക്കും അവരുടെ ആഗ്രഹം പ്യൂരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് ഡെഡിക്കേറ്റ് ആണ് ചെയ്യണമെങ്കിൽ 100% നടക്കും. അത് വേറെ മാറ്റമില്ല എന്നുള്ളതാണ്.